എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കണ്ണേങ്കാവ് അമ്പലത്തിലാണ്. ഇന്നിവിടെ പൂരമുണ്ട്. അപ്പോൾ പൂരത്തിന് വന്നതാണ്. 5 ആനയുള്ള എഴുന്നള്ളിപ്പുണ്ട്. പിന്നെ അതിഗംഭീരമായ 3 സെറ്റ് വെടിക്കെട്ടുണ്ട്. ഇതൊക്കെ കാണണം എന്ന് വിചാരിച്ച് വന്നതാണ്. ആനേനെ ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു പറമ്പലിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 ആന ഇപ്പം നിലവിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരാന വേറെ സ്ഥലത്തും പിന്നെ ഒരാന അമ്പലത്തിലെ പറ എടുക്കുന്ന സ്ഥലത്തുമുണ്ട്. ഇവിടെ പാടത്തേക്ക് വന്നപ്പോൾ അവിടെ വെടിക്കെട്ടിൻ്റെ കുറച്ച് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും മറ്റ് അധികൃതരൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് അനുമതി അവസാനം കൊടുത്തില്ല. എല്ലാ കുറ്റിയും സാധനങ്ങളൊക്കെ അവർ അവിടെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമതി കിട്ടാണ്ട് പടക്കൊന്നും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ആന ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് ഞാൻ ഒരു കൊല്ലം വന്നപ്പോൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്. പക്ഷെ ആരും ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റിയെന്ന് തോന്നുന്നു. അതിങ്ങനെ ആരോടും പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആരും അങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരണില്ല. പിന്നെ ആന ഓടിയ കാരണം എന്തോ അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ആന ഓടാതിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആനകൾ തോട്ടേക്കാട് വിനായകനുണ്ട്, അക്കിക്കാവ് കാർത്തികയുണ്ട്, കുട്ടൻകുളങ്ങര അർജുനാണ്, തിരുമ്പാടി അർജുനാണോ എന്നറിയില്ല, ഒരു അർജുനുണ്ട്. 2 ആന കൂടി ഇവിടെ ഉണ്ട്. ആനകളല്ല ശരിക്കും ഇവിടെ പ്രധാനം, കരിങ്കാളിയാണ് പ്രധാനം. കൂടുതൽ കരിങ്കാളികൾ വരുന്ന ഒരു പൂരമാണ് ഈ കണ്ണങ്കാവ് പൂരം. കണ്ണങ്കാവ് അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു വെങ്കല പ്രതിമ കരിങ്കാളിയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഞാൻ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ആ ഒരു മണ്ഡപം കണ്ടില്ലേ, കല്യാണ മണ്ഡപമാണ്. അതിൻ്റെ നേരെ മുന്നിലായിട്ട് അങ്ങനെ കാണാൻ സാധിക്കും. അവിടെ ഒരു ആലുണ്ട്, ആലിൻ്റെ ചുവട്ടിലായിട്ട്.
ആറ്റൂരമ്പലത്തിലെ ഉത്സവമായിരുന്നു. എൻ്റെ അവിടെ തമ്മിലില്ല ആറ്റൂര് അവിടുത്തെ സ്ഥിര ഉത്സവം ആറ്റൂരിൻ്റെ അടുത്തല്ല. അത് വയലും രാവിലെ പോകും.